ഒഴിച്ച് നാക്കിലയൊന്നു വിരിച്ച് കറിയോരോന്നായി വിളമ്പ് കുന്നല്ലരിയുടെ ചോറിൽ നറുനെയ്യൊരു തുള്ളി ഒഴിച്ച് നന്നായി വെന്ത പരിപ്പും കൂട്ടി ഓണസദ്യ വിളമ്പ് ഓണസദ്യ വിളമ്പ് പൈമ്പാലിൽ പഞ്ചാര ചേർത്തു കുറുക്കിയ പഞ്ചാമൃതം പോലെ പാൽപായസം വെള്ളോട്ടുരുളിയിൽ പാലാടി പോലിന്നു പൊന്തിത്തിള. ഇത് നമുക്ക് കോവയ്ക്ക പീര വയ്ക്കുന്നത് എങ്ങനെ നോക്കാം. ഇത് നമ്മള് മീനൊക്കെ പീര വയ്ക്കണ ഏതാണ്ട് ഒരുവിധം ആ സെയിം ടേസ്റ്റ് തന്നെ കിട്ടുകയും ചെയ്യും ഇതേപോലെ നമ്മൾ കോവയ്ക്ക പീര വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ നൊയമ്പിന്റെ സമയമൊക്കെ ആയതുകൊണ്ട് മീൻ നൊയമ്പെടുത്തേക്കുന്നവർക്കൊക്കെ ഇതേപോലെ കോവയ്ക്കയും കൊണ്ട് പീര വെച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ആ മീൻ കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഒക്കെ കിട്ടുകയും ചെയ്യും. പിന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാനായിരുന്നാലും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഇതേനെ റെഡിയാക്കാന്ന്. ഇനി ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് 1/2 കിലോ കോവയ്ക്ക എടുത്തിട്ടുണ്ട്. കോവയ്ക്ക ഇതേപോലെ ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഒരു കോവയ്ക്കേനെ 4ആയിട്ടാണ് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തേക്കുന്നത്. പിന്നെ തേങ്ങ വേണം. തേങ്ങ ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട്. അത് പിടിക്കണക്ക് എത്രയാണെന്നുള്ളത് ഞാനിതിലേക്ക് ചേർക്കുമ്പോൾ അത് പറയാം എത്ര പിടിയാണ് എടുക്കണേന്നുള്ളത്. കാരണം നിങ്ങളിപ്പോൾ മിക്കവാറും ഫ്രോസൺ തേങ്ങയുള്ള വാങ്ങണത്. അപ്പോൾ പിടിക്കണക്ക് ഞാൻ പറയാം. പിന്നെ ഇതിലേക്ക് കുടംപുളി വേണം. കുടംപുളി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് കുടംപുളി ചേർക്കരുത്. ഞാനിവിടെ ഇതേപോലത്തെ 2 ചെറിയ കുടംപുളിയാണ് എടുത്തേക്കുന്നത്. വലിയ കുടംപുളിയാണെന്നുണ്ടെങ്കിൽ 1 കുടംപുളി മതിയാവും. അത് കുറേ കുടംപുളി ചേർക്കരുത്. ചേർത്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര പുളിയായി പോവും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിവിടെ ഇതേപോലത്തെ ഇങ്ങനെ ചെറുതായിട്ടുള്ള കുടംപുളിയാണ് എടുത്തേക്കുന്നത്. ഈ കുടംപുളി എടുക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുടംപുളി ഏറ്റാദ്യം നന്നായിട്ട് കഴുകണം. അത് കഴിഞ്ഞിട്ട് കുടംപുളി വെള്ളത്തിലിട്ടിട്ട് കുതിർത്തിയിട്ട് എടുക്കണം. കുടംപുളി ഇതേപോലെ ഇങ്ങനെ നല്ല സോഫ്റ്റായിട്ട് വരണം. പിന്നെ പച്ചമുളക് വേണം. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക. ഇതിലേക്ക് നമ്മൾ മുളകിൻ്റെ പൊടി ചേർക്കണില്ല. അപ്പോൾ പച്ചമുളക് എന്തോരം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചമുളക് ചേർക്കുക. പിന്നെ ഞാനിവിടെ ഇതേപോലത്തെ 3 വലിയ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഈ ചുവന്നുള്ളി നല്ല പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഈ പച്ചമുളക് ഒന്ന് കീറിയിടുക. പിന്നെ ഇതിലേക്ക് കടുകും വേണം, മഞ്ഞൾപ്പൊടിയും വേണം. പിന്നെ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും ചേർക്കുക. എൻ്റെ അടുത്ത് കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ കറിവേപ്പില ചേർക്കണില്ല. കറിവേപ്പിലേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കുക. പിന്നെ ഇത് കറിയാക്കണ സമയത്ത് ഇത് നിങ്ങൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ഈ കുടംപുളി കുതിർത്തിരുത്തേക്കണ വെള്ളവും കളയരുത്. ഈ വെള്ളം കൂടിയിട്ട് ഈ കോവയ്ക്കയുടെ കൂടെ ചേർക്കണം. ഇതേപോലെ ഇതിപ്പോൾ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചുവന്നുള്ളി ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് പകരം സവോള ചേർക്കുക. പക്ഷെ ചുവന്നുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ ചുവന്നുള്ളി തന്നെ ചേർക്കുക. ഇപ്പോൾ പച്ചമുളകും ചുവന്നുള്ളിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വലിയൊരു പാത്രം എടുക്കുക. ഇതിലേക്ക് കോവയ്ക്ക ചേർക്കുക. തേങ്ങ ചേർക്കുക. ഞാനിതിലേക്ക് ഒരു 6.5 പിടി തേങ്ങ ചേർത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങ അങ്ങനെ കറക്റ്റ് അളവ് തന്നെ വേണമെന്നില്ല. തേങ്ങ നിങ്ങൾക്കിപ്പോൾ നല്ല ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തേങ്ങ അതനുസരിച്ച് കൂടുതൽ ചേർക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഈ കറിവേപ്പില ഉണ്ടെന്നുണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടിയിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കാം കേട്ടോ. കുറച്ച് ചെറുതായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ഇതിൻ്റെ കൂടെ ചേർക്കാം. അപ്പം ഞങ്ങൾക്കിവിടെ ഇന്ത്യൻ കടയിൽ ഇപ്പോൾ ചില സമയത്ത് പോകുമ്പോൾ കറിവേപ്പില കിട്ടില്ല. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് തിരുമ്മിയെടുക്കുക. ഞാനിവിടെ ഈ ചുവന്നുള്ളിയിൽ നിന്ന് കുറച്ച് ചുവന്നുള്ളി ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. ബാക്കിയുള്ള ചുവന്നുള്ളി നമുക്ക് വെളിച്ചെണ്ണയിൽ മൊരിയിച്ചിട്ട് ചേർക്കാം. കൈ കൊണ്ട് ഇതേപോലെ നന്നായിട്ടൊന്ന് തിരുമ്മിയിട്ടെടുക്കുക. അപ്പോൾ ഇതിൽ തേങ്ങ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് പീര വയ്ക്കാം. ഇനി ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് ചൂടാക്കുക.
ഞാനിവിടെ എടുത്തേക്കണ ഈ പാത്രം ഓടിൻ്റെ പാത്രമാണ്. ഇത് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഇത് നല്ലതാണ്, കാരണം ഇതിനധികം വലിപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ സാധാരണ ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാണ് എടുക്കാറ്. ഇതിനകത്തൊക്കെ ആയിരുന്നാലും മീൻ വറുക്കാനൊക്കെ ആയിരുന്നാലും നല്ല സുഖമാണ്. ഇത് നല്ല കുഴിയുള്ളത് കൊണ്ട് തന്നെ മീനൊക്കെ വറുക്കാനും ഇട്ടിട്ടുണ്ടെങ്കിൽ ഓയിലൊന്നും പുറത്തേക്ക് തെറിക്കുകയും ചെയ്യില്ല, പിന്നെ അടിയിലൊന്നും പിടിക്കൊന്നുമില്ല. അപ്പോൾ ഒരു ഇതെല്ലാ കറികളൊക്കെ ആയിരുന്നാലും ഇപ്പം എന്തെങ്കിലുമൊക്കെയും തോരന അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കുന്നത് ഞാൻ ഈ പാത്രത്തിലാണ് സാധാരണ ഇപ്പോൾ വെക്കാറ്. അപ്പോൾ ഈ പാത്രം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇത് നിങ്ങൾ വെക്കുമ്പോൾ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ വയ്ക്കുക, അപ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതുണ്ടാക്കുമ്പോൾ ഇതിലേക്ക് അത്യാവശ്യം കുറച്ച് വെളിച്ചെണ്ണ കൂടുതലും ചേർക്കാം. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് ചേർക്കാം. ഞാൻ അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കടുകാണ് ചേർക്കുന്നത്. അല്ലെങ്കിൽ കടുക് ചേർക്കുന്നതിനിപ്പോൾ കറക്റ്റായിട്ട് ഒരു അളവൊന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം, അല്ലെങ്കിൽ കുറച്ച് കുറവ് ചേർക്കാം. ഇനി കടുക് പൊട്ടണം. കടുക് പൊട്ടിയില്ലെങ്കിൽ എന്താ ഉണ്ടാകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കടുക് നമ്മൾ കഴിക്കുമ്പോൾ ഒരു കൈപ്പരസം ഉണ്ടാവും. ഈ കടുക് കരിഞ്ഞു പോയാലും കൈപ്പരസം ഉണ്ടാവും. അപ്പോൾ കടുക് ഒരു 3/4 ഭാഗം പൊട്ടി കഴിയുമ്പോൾ തന്നെ ഇതിലേക്ക് ചുവന്നുള്ളിയും പച്ചമുളകും ചേർക്കാം. ചുവന്നുള്ളി വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. നമ്മൾ നേരത്തെ തന്നെ കുതിർത്തി വെച്ചേക്കണ കുടംപുളി ചേർക്കാം. കുടംപുളി ചേർക്കുമ്പോൾ ആ കുടംപുളി കുതിർത്തി ഇട്ടേക്കണ വെള്ളം കൂടിയിട്ട് ചേർക്കാം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് കുടംപുളി നന്നായിട്ട് കഴുകി കഴിഞ്ഞിട്ട് കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കുമ്പോൾ ഒരുപാട് വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടിയിട്ട് വെക്കണ്ട. ഇതേപോലെ ഇങ്ങനെ കുറച്ച് വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി. അല്ലെങ്കിൽ ഇതിലേക്ക് കുറേ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആകെ കൊണ്ട് കുഴഞ്ഞു പോകും. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കാം. ഈ കുടംപുളി നമ്മളിങ്ങനെ ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് മൂടി വയ്ക്കാൻ പോണതിന് മുമ്പ് ഈ കുടംപുളി ഇതിൻ്റെ നടുക്കായിട്ട് കിടന്നോട്ടെ, മുകളിലായിട്ട് കിടക്കണ്ട. അപ്പോഴായിരിക്കും ആ കുടംപുളിയുടെ ടേസ്റ്റൊക്കെ എല്ലാവർക്കും കിട്ടും. ഇത് നമ്മൾ മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. ഇപ്പോൾ കോവയ്ക്ക ഒരു 3/4 ഭാഗം വെന്തിട്ടുണ്ട്. ഇപ്പോൾ കോവയ്ക്കൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നിങ്ങൾ എടുക്കുമ്പോൾ ഇതിനകത്ത് ഒട്ടും വെള്ളം ഇല്ലാണ്ട് നല്ല ഡ്രൈ ആയിട്ട് എടുക്കുകയും വേണം. ഇതിലേക്ക് നമ്മൾ അത്യാവശ്യം ഇതേപോലെ നന്നായിട്ട് തേങ്ങയൊക്കെ ചേർക്കുമ്പോൾ ഇത് റെഡി ആയി കഴിയുമ്പോൾ പിന്നെ ഇതിനകത്ത് ഇങ്ങനെ വെള്ളമൊന്നും ഉണ്ടാവില്ല. ഇൻ കേസ് നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ തുറന്ന് വെച്ചിട്ട് വെള്ളം നന്നായിട്ട് വറ്റിച്ചിട്ട് എടുക്കണം. പിന്നെ കുടംപുളി ചേർത്ത വെള്ളം ചേർക്കുമ്പോഴായിരുന്നാലും ഒരുപാട് വെള്ളം ചേർക്കരുത്, അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കുറേ വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ കോവയ്ക്കൊക്കെ കൊണ്ട് വെന്ത് കുഴഞ്ഞു പോകും. അപ്പോൾ കോവയ്ക്ക പീര വെച്ചത് റെഡി ആയിട്ടുണ്ട്. ഇത് ശരിക്കും നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതും പിന്നെ കാളങ്കറിക്ക് കൂടിയിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഞാൻ സാധാരണ അതേപോലെ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ മൂടി വെച്ചിട്ട് ഫുള്ളായിട്ട് ഇങ്ങനെ നല്ല ടൈറ്റായിട്ട് മൂടി ഞാൻ വെക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളങ്ങനെ ടൈറ്റായിട്ട് ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആവിയുടെ വെള്ളം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇരിക്കും. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ അങ്ങോട്ട് മാറിപ്പോവും. പിന്നെ ഇതിന് ഒരു വാട്ടച്ചൊക്ക പോലെ വരികയും ചെയ്യും. അപ്പോൾ ഞാൻ സാധാരണ മൂടി വയ്ക്കുമ്പോൾ ഇതേപോലെ ഇങ്ങനെ പതുക്കെ ഒന്ന് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആവിയൊന്ന് പുറത്തേക്ക് പോകാൻ പാകത്തിന് പതുക്കെ ഒന്ന് തുറന്നു വയ്ക്കും. അതിപ്പോൾ എന്ത് സാധനമായിരുന്നാലും തോരനൊക്കെ വെക്കുമ്പോൾ അതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കാം. അപ്പോൾ അത് നല്ല കളറിലിരിക്കുകയും ചെയ്യും, അങ്ങനെ ഒരു വാടിയ പോലെ വരികയും ചെയ്യില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമാവും. ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് പകർത്താം. ഇത് ചൂടാറുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇതേപോലെ ഉണ്ടാക്കിയ വഴിക്ക് തന്നെ കഴിക്കുമ്പോഴായിരിക്കും. ഇത് റെഡിയാക്കിയിട്ട് എടുക്കാനൊക്കെ ആയിരുന്നാലും അധികം സമയമൊന്നും വേണ്ടി വരില്ല. കോവയ്ക്കൊക്കെ പെട്ടെന്ന് വേവും. നമ്മൾ ആ ചോറിനാ പോണേൽ കുറച്ച് നേരം മുമ്പ് ഒന്ന് റെഡിയാക്കിയാൽ മതി. അപ്പോൾ നല്ല ചൂടോട് കൂടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റും.